തീർന്നില്ല. ഇനി ഞാൻ പറയുന്നത് ഇത്തിരി സോഫ്റ്റ് ആക്കി നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ പറയാണ്. ശ്രദ്ധിക്കണം. ഒരു കാലഘട്ടത്തിൽ, ശാന്തമായി പറഞ്ഞോട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇന്നും സമസ്തക്കാരില്ലേ, APK സുന്നികള്, അവരോട് ബുഖാരിയിലുണ്ട്, എടാ ബുഖാരിയിലുണ്ട്, മൊയ്ലിയാരെ ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട് എന്ന് പറഞ്ഞാൽ മൊയ്ലിയാർ പറയുന്നത് എന്താ അറിയോ? ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യും. ഇല്ലെന്ന് നിങ്ങൾ പറയില്ല, ഉണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. പക്ഷെ നിങ്ങൾ വ്യാഖ്യാനിച്ച പോലെ ആയിരിക്കില്ല. നേരെ മറിച്ചൊരു മടപൂരിയോട്, കരിമ്പിലാക്കലിനോട് ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഓൻ പറയുന്ന ബുഖാരിയിലല്ലേ, എടാ ധ്വനിയുണ്ടോ? ബുഖാരിയിലല്ലേ. മനസ്സിലായോ? മുസ്ലിമിലെ ഹദീസ് ഉണ്ട്, മുസ്ലിമിലല്ലേ. അല്ലേ? ടോണ് മാറിയുണ്ടോ? സുന്നി സമൂഹം ഈ ഹദീസ് ഗ്രന്ഥം സ്വീകരിക്കുന്നതിനേക്കാൾ മോശം. ഇതാണ് ചേകന്നൂർ മൗലവിക്ക് സംഭവിച്ചത്. ഇനി നിങ്ങൾ എന്നെ ആലോചിച്ച ഒരു രസത്തിൽ ഞാൻ അവതരിപ്പിച്ചുതരാം. കരിമ്പിലാക്കൽ മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല, സലാം സുല്ലമി മൂപ്പരെ വീട്ടിലേക്ക് കയറിച്ചില്ല. അവന്റെ മൂപ്പര ഒരു കുട്ടി ബുഖാരി എടുത്തിട്ട് ഇങ്ങനെ വായിക്കണേ. ഉടനെ തന്നെ സുല്ലം, മോളെ വായിക്കല്ലേ, ബുഖാരി വായിക്കല്ലേ, അനക്ക് തിരിയൂല. അതിൽ സ്വീകാര്യായതും അല്ലാത്തതുണ്ട്, മോളെ അതുകൊണ്ട് സ്വീകരിക്കണ്ടോ? ഇബ്ലീസ് ബുഖാരി താഴെ വെപ്പിച്ച്, സുല്ലമ്മീനെ കൊണ്ട് ഇബ്ലീസ് ബുഖാരി താഴെ വെപ്പിച്ച്.